ഹലോ, അസ്സലാം അലൈക്കും. അന അബുസ് റയാൻ ആൻഡ് ഡോളി ശ്രേഷ്ഠ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇതുണ്ട കൂസ, ഇതിനകത്ത് ഇറച്ചിയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണം കൈനെ കൊണ്ട് തൊടാൻ പാടില്ല. കൈനെ കൊണ്ട് തൊട്ടാൽ വേഗം ചീത്ത ചെയ്യാൻ ചാൻസ് കൂടുതൽ. നമ്മുടെ ശരീരത്തിൽ ചൂട് ഭക്ഷണമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ അതാണ് നിങ്ങൾക്ക് അറിയില്ലേ, ഇത് കെപ്സിയും ഷോക്കിയായിട്ട് തിന്നത്, സ്പൂണും അതിന് ഫോർക്കുമായിട്ടും. അപ്പം ഭക്ഷണം അറബികൾ കൈനെ കൊണ്ട് തൊടൽ കുറവാണ്, അവർ സ്പൂണിനെ കൊണ്ട് തിന്നത്. നമ്മളാണ് കൈനെ കൊണ്ട് തിന്നത്. നമ്മളെന്ത് കിട്ടിയാലും കൈയിട്ട് വാരില്ല ചെയ്യുക. പ്രത്യേകിച്ചിട്ട് നമ്മളെ ആൾക്കാർ കൈയിട്ട് വാരുക. അപ്പം അത് വളരെ ശ്രദ്ധിക്കണം. ടച്ച് ചെയ്യാണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മോശമായിട്ട് ഉപയോഗിക്കാം. ഈ നാട്ടിലെ ഭക്ഷണ സാധനങ്ങൾ ഞാൻ അധികം വാർത്ത കേൾക്കാം. ഭക്ഷണ സാധനങ്ങൾ മോശമുള്ള ഭക്ഷണത്തിൽ പിടിച്ചെടുത്തതെന്ന് വെച്ചാൽ അവർ വൃത്തിയിലാണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കയ്യിനെ കൊണ്ട് തന്നെ വേറെ സംഭവം ആക്കും. ആ കയ്യിനെ കൊണ്ട് തന്നെ വേറെ സംഭവം ആക്കും. കറിയെടുത്ത കയ്യിലുള്ള ചോറെടുത്ത കയ്യിലെ വറവ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കയ്യിലെടുത്ത കറീൻ്റെ കയ്യിൽ കറിക്ക് മാത്രം, ചോറിൻ്റെ കയ്യിൽ ചോറിന് മാത്രം, വറവിൻ്റെ കയ്യിൽ വറവിന് മാത്രം, അങ്ങനെ വേറെ തന്നെ ആക്കിയിടണം. ഇതെത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അതാ പ്രശ്നം. ഇത് മോശമാകുമ്പോൾ മനസ്സിലാവുക. ഇത് പകുതി വെന്താൽ മതി. കുവൈത്തിലെ ചോറും നമ്മളെ ചോറും തമ്മിൽ വ്യത്യാസം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഇവിടെ മുക്കാലേ വേകും, ബാക്കി വയറ്റിൻ്റെ വേലായിരിക്കും അല്ലേ, അങ്ങനെ ഇരിക്കേണ്ടത് അല്ല. അങ്ങനെ ചെയ്യാം. നമ്മൾ മുക്കാൽ വന്നിട്ട് പിന്നെ നമ്മൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഇരുമ്പിൻ്റെ ഷീറ്റ് വെച്ചിട്ട് അതിന് മേലെ വെച്ചിട്ട് കാല് വെന്ത് വരുവായി ഇങ്ങനെ സമയം കൂടുന്നതനുസരിച്ച്. അല്ലെങ്കിൽ ഫുൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് അടിഞ്ഞു പോകും. മുക്കാൽ വേപ്പിക്കുക, പിന്നെ കാല് ഓട്ടോമാറ്റിക് പോകും. അപ്പോൾ ഒരു പുതിയ അറിവ് കിട്ടിയില്ലേ? ഓക്കെ, ബൈ ബൈ.